കുട്ടിക്കാലത്തിൽ തുടങ്ങി പാട്ടുകാരി തന്നെ ആവണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നോ? എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻസും അങ്ങനെ പിന്നെന്താ ഭയങ്കര ബിടെക്? വൈ ബിടെക്? അത് ഞാൻ പറഞ്ഞ എൻ്റെ ബ്രദർ എൻജിനീയറാണ്. അപ്പം ബ്രദറിനെ പോലെ തന്നെ ഞാനും എനിക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി എന്തായാലും സിബ്ലിങ്സ് ഉണ്ടാകുമ്പോൾ മൂത്ത ആളാകുമ്പോൾ നമ്മളെപ്പോഴും മൂത്ത ആൾ അങ്ങനെയാണ്, ബ്രദർ എങ്ങനെയാണ്, അപ്പം അങ്ങനെ ചെയ്താലോ. അപ്പം എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും ഏട്ടൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ്, പക്കയാണ്, അങ്ങനത്തെ ഒരു ഫീലാണ് എപ്പോഴും. നിങ്ങൾ രണ്ടുപേരാ? രണ്ടുപേരാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തതാണ് ബിടെക്കിന്. മെറിറ്റിൽ തന്നെ കിട്ടുകയും ചെയ്തു. പക്ഷേ പാരലലി മ്യൂസിക് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. അത് പറ്റുമോ? അപ്പം ഞാൻ ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഷോ വന്നത്. അതായത് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അല്ലേ? അപ്പം ഈ ഫിലിം മ്യൂസിക്കിലേക്ക്, പ്ലേ ബാക്കിങ്ങിലേക്കുള്ള അതെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനൊരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് അൽഫോൺസ് സാർ ഉണ്ടായിരുന്നു ജഡ്ജിങ് പാനലിൽ. അപ്പോൾ അൽഫോൺസ് സാർ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു മൂവിയായിരുന്നു ബിഗ് ബി. അപ്പോൾ അതിലാണ് ഞാൻ എൻ്റെ ഡെബ്യൂ സോങ് ബിഗ് ബിയിലായിരുന്നു. പിന്നത്തെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? നെക്സ്റ്റ് ഡേ ആയിരുന്നു ഗോൾ എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടി അഭിനയിച്ചിട്ടില്ലേ? സീക്വൻസ് അഭിനയിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടോ? അഭിനയിക്കാനുള്ള അത് വേറെ തന്നെ ഒരു ടാലന്റ് വേണമല്ലോ, അതിനായിട്ടുള്ളൊരു അല്ല. എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടോയെന്ന്. അത് തന്നെ വേറെ തന്നെ ഒരു ടാലന്റ് ആണല്ലോ. സിംഗിങ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഐ എം കോൺഫിഡൻറ്റ്. പക്ഷെ ഇത് എങ്ങനെയാവും എന്നറിയില്ല. അങ്ങനെ ഒരു ചിന്തയൊന്നും പോയിട്ടില്ല, അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ ഞാൻ അതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഫുൾ ഫോക്കസ് മ്യൂസിക്കിൽ തന്നെയാണല്ലോ, അപ്പോൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അതാണ് ഗോളിൽ പാടിക്കഴിഞ്ഞ് അപ്പോഴും ബിടെക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഫുൾ സ്റ്റഡീസിൽ ഫോക്കസ്ഡായി. പിന്നെ പഠിത്തം തന്നെയായിരുന്നു കുറച്ച് നാൾ. പിന്നെ അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വേറൊരു ഷോയിൽ വരേണ്ടത്. അത് പക്ഷേ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതെൻ്റെ പേരൻസ് ഫോഴ്സ് ചെയ്ത് വിട്ടായിരുന്നു വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു എന്താ പറയാ, അതൊരു ഭയങ്കര സ്റ്റഡി ഫേസ് അല്ലേ നമുക്ക്. ആയതുകൊണ്ട് ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് അതിലത്തെ ഒരുപാട് ലേണിങ്സ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഈ ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് ലെവൽ, ഇപ്പം ഓഡിയൻസായിട്ട് എങ്ങനെയാണ് ഐ ടു ഐ കോണ്ടാക്ട്, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ലൈവ് പെർഫോമൻസസിൽ എന്നുള്ളത് ഈ ഷോസിലൊക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്.